Hello all, welcome to next C class. ഈ ഒരു വീഡിയോയിൽ സ്റ്റോറേജ് ക്ലാസ്സസ് ആൻഡ് സി ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. So what is storage class? I mean, what's the purpose of storage class? Storage class determines the part of the memory the variable would be stored. മെമ്മറിയുടെ ഏത് പാർട്ടിലാണ് നമ്മൾ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നത്, രജിസ്റ്ററിലാണോ അല്ലെങ്കിൽ നോർമൽ മെമ്മറിയിലാണോ എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് സ്റ്റോറേജ് ക്ലാസ് ആണ്. Storage class also determines the initial value of the variable. Variable initial value determine ചെയ്യുന്നത് storage class ആണ്. It is used to define the scope and lifetime of a variable. ഒരു വേരിയബിളിന്റെ സ്കോപ്പും ലൈഫ് ടൈമും ഡിഫൈൻ ചെയ്യാനും നമ്മൾ ആരെ യൂസ് ചെയ്യുന്നു? സ്റ്റോറേജ് ക്ലാസ്സിനെ യൂസ് ചെയ്യുന്നു. And there are two storage locations in computer. രണ്ട് storage locations ആണ് കമ്പ്യൂട്ടറിലുള്ളത്. One is CPU register and other is memory. So what does storage class means? Storage class is something that determines in which part of the memory the variable is stored, what is the initial value of the variable, and what is the scope and lifetime of the variable. ഇത്രയും കാര്യങ്ങൾ, ഈ മൂന്ന് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുന്ന ഒന്നിനെ അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്ന ഒന്നിനെയാണ് സ്റ്റോറേജ് ക്ലാസ് എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് സ്റ്റോറേജ് ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുമ്പ് രണ്ട് ടേംസ് ഒന്ന് അറിയണം. സ്കോപ്പ്, ലൈഫ് ടൈം, വിസിബിലിറ്റി പോലത്തെ കുറച്ച് ടേംസ്. അല്ല, വാട്ട് ഈസ് സ്കോപ്പ്? Scope of a variable determines over what region of the program a variable is actually available for use or active. പ്രോഗ്രാമിന്റെ ഏത് ഭാഗത്താണ് ഒരു വേരിയബിൾ ആക്റ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ശരിക്കും യൂസ് ചെയ്യാൻ പറ്റുക എന്ന് തീരുമാനിക്കുന്ന ഒന്നിനെയാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. ഏത് ഫംഗ്ഷനകത്താണ് ആ വേരിയബിൾ യൂസ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഏത് ലൂപ്പിനകത്താണ് ആ വേരിയബിൾ യൂസ് ചെയ്യാൻ പറ്റുക എന്ന കാര്യങ്ങൾ ഡിറ്റർമിൻ ചെയ്യുന്ന ഒന്നിനെയാണ്, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ സ്ഥലത്തായിരിക്കും ആ വേരിയബിൾ ആക്റ്റീവ് ആകുക, അതിനെയാണ് നമ്മൾ സ്കോപ്പ് ഓഫ് എ വേരിയബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ലോങ്വിറ്റി. Longevity refers to the period during which a variable retains a given value during the execution of a program. Longevity എന്ന് പറഞ്ഞാൽ അത് തീരുമാനിക്കുന്നതാണ് ഒരു വേരിയബിള് എ എന്ന വേരിയബിള് 10 എന്ന വാല്യൂ ഇത്രയും നേരം ഹോൾഡ് ചെയ്യും, 20 എന്ന വാല്യൂ ഇത്രയും നേരം ഹോൾഡ് ചെയ്യും, അല്ലെങ്കിൽ ആ വേരിയബിളിന്റെ വാല്യൂ നമുക്ക് എപ്പോഴൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും, ആ വേരിയബിൾ ഇന്ന വാല്യൂ എത്ര നേരത്തേക്ക് ഉണ്ട് എന്ന് തീരുമാനിക്കുന്നതാണ് ലോങ്വിറ്റി എന്ന് പറയുന്നത്. സ്കോപ്പ് എന്ന് പറയുന്ന ആക്ടിവിറ്റി, ആക്റ്റീവ് ആണോ അല്ലയോ എന്നാണ് തീരുമാനിക്കുന്നത്. ബട്ട് ലോങ്വിറ്റി അലൈവ് ആണോ അല്ലയോ എന്നാണ് തീരുമാനിക്കുന്നത്. വിസിബിലിറ്റി റെഫേഴ്സ് ടു ആക്സസിബിലിറ്റി ഓഫ് എ വേരിയബിൾ ഫ്രം ദ മെമ്മറി. ഒരു വേരിയബിൾ ആക്സസിബിൾ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രോപ്പർട്ടിക്കാണ് വിസിബിലിറ്റി എന്ന് പറയുന്നത്. Then വേരിയബിൾസിനെ ബേസിക്കലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ലോക്കൽ വേരിയബിൾസ് ആൻഡ് ഗ്ലോബൽ വേരിയബിൾ. അത് അതിന്റെ ഇന്റേണൽ വേരിയബിൾ ആണോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അകത്ത് ഡിക്ലെയർ ചെയ്ത വേരിയബിൾ ആണോ അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ എല്ലാ ഫംഗ്ഷനും മുൻപ് ഡിക്ലെയർ ചെയ്ത വേരിയബിൾ ആണോ എന്നൊക്കെ ബേസ് ചെയ്താണ് ലോക്കൽ വേരിയബിൾ ആൻഡ് ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത്. വേരിയബിൾസ് ആർ ക്ലാസിഫൈഡ് ആസ് ലോക്കൽ ഓർ ഇന്റേണൽ വേരിയബിൾ or global or external variable based on their declaration, place of declaration. അവർ എവിടെയാണോ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ആ പ്ലേസ് ഓഫ് ഡിക്ലറേഷനെ ബേസ് ചെയ്ത് വേരിയബിൾസിനെ ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇന്റേണൽ വേരിയബിൾസ് അല്ലെങ്കിൽ ലോക്കൽ വേരിയബിൾസ് മീൻസ് ഇറ്റ് ഈസ് ഡിക്ലയർഡ് വിതിൻ എ പെർട്ടിക്കുലർ ഫംഗ്ഷൻ. ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷനകത്ത് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലൂപ്പിനകത്ത് ഡിക്ലെയർ ചെയ്ത വേരിയബിളിനെയാണ് നമ്മൾ ഇന്റേണൽ വേരിയബിൾ എന്ന് പറയുന്നത്. ലൂപ്പ് എന്ന് പറയേണ്ട ഒരു ഫംഗ്ഷനകത്ത് ഡിക്ലെയർ ചെയ്ത വേരിയബിളിനെ നമുക്ക് ഇന്റേണൽ വേരിയബിൾ എന്ന് പറയാം. എന്നാൽ ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിനെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എക്സ്റ്റേണൽ വേരിയബിൾസ് ഓർ ഗ്ലോബൽ വേരിയബിൾ. അപ്പോൾ ഇത് തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇന്റേണൽ വേരിയബിൾസിന്റെ സ്കോപ്പോ ലൈഫ് ടൈമോ ഒക്കെ എടുത്താൽ ആ ഫംഗ്ഷനകത്ത് മാത്രം ഉണ്ടാകുക. എന്നാൽ ഒരു എക്സ്റ്റേണൽ വേരിയബിളിന് ആ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിൽ എത്ര ഫങ്ഷൻസ് ഉണ്ടോ, ഗ്ലോബൽ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഗ്ലോബലി ആക്സസിബിൾ എന്ന് പറഞ്ഞാൽ ആർക്കും ആക്സസ് ചെയ്യാവുന്ന പോലെയാണ് ഗ്ലോബൽ വേരിയബിളിന്റെ പ്രോപ്പർട്ടീസ് വരും. ഇനി കമ്പ്യൂട്ടറിലെ രണ്ട് മെമ്മറി ലൊക്കേഷൻസ് വേണമെങ്കിൽ വേരിയബിൾസ് സ്റ്റോർ ചെയ്യാം, ഐദർ ഇൻ CPU രജിസ്റ്റർ ഓർ മെമ്മറി എന്ന് പറഞ്ഞു. ഇതിൽ രണ്ടിലും സ്റ്റോർ ചെയ്താലുള്ള ഡിഫറൻസ് എന്താ? A value stored in a CPU register can always be accessed faster than the one that is stored in memory. ഒരു CPU രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത വാല്യൂ ആണ്
നമുക്ക് എളുപ്പത്തിൽ ഫാസ്റ്റർ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. Now storage classes and C ലോട്ട് കിടക്കാണ്. Type of storage classes and C. There are basically 4 types of storage classes in C, and they are automatic storage class, register storage class, static storage class, and external storage class. ഇതിനെ ഓരോന്നും one by one ആയിട്ട് നോക്കാം. First one, what is automatic storage class? Automatic storage class ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ട കീവേഡ് ആണ് ഓട്ടോ. ഈ ഒരു വേരിയബിൾ മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുക. ഇതിന്റെ ഡിഫോൾട്ട് ഇനീഷ്യൽ വാല്യൂ എന്നുള്ളത് ഒരു ഗാർബേജ് വാല്യൂ ആണ്. ആൻഡ് സ്കോപ്പ് ലോക്കൽ ടു ദ ബ്ലോക്ക് ഇൻ വിച്ച് വേരിയബിൾ ഇസ് ഡിഫൈൻഡ്. ആ വേരിയബിൾ ഏത് ബ്ലോക്കിനകത്താണ് ഡിഫൈൻ ചെയ്തത് അവിടെ മാത്രമാണ് ആ വേരിയബിളിന് സ്കോപ്പ് ഉള്ളൂ. ലൈഫ് till the control remains within the block in which variable is defined. അതിന്റെ ലൈഫ് എത്രയാന്ന് ചോദിച്ചാൽ ആ ബ്ലോക്കിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് ബ്ലോക്കിന്റെ എക്സിക്യൂഷൻ തീരുന്നത് വരെ, അല്ലെങ്കിൽ ആ ബ്ലോക്കിനകത്ത് മാത്രമാണ് അതിനെന്തുള്ളൂ, ലൈഫും ഉള്ളൂ. അപ്പൊ ഇതാണ് ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ക്ലാസിനെ കുറിച്ച് ജനറൽ ആയിട്ട് പറയാനുള്ളത്. കീവേഡ് ഓട്ടോ ആണ്. സ്റ്റോറേജ്, നമ്മൾ ആ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നത് മെമ്മറിയിലാണ്. ഇനീഷ്യൽ വാല്യൂ ഗാർബേജ് വാല്യൂ ആണ്. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് സ്കോപ്പ് ഉള്ളത്, ഏത് ബ്ലോക്കിലാണോ ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അവിടെയാണ് സ്കോപ്പ് ഉള്ളത്. ലൈഫും ആ ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിന്റെ എക്സിക്യൂഷൻ ടൈമിൽ, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ബ്ലോക്കിലേക്ക് കൺട്രോൾ പോകുമ്പോൾ മാത്രമാണ് ആ ഒരു പെർട്ടിക്കുലർ വേരിയബിളിന്, ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ക്ലാസ് വേരിയബിളിന് ലൈഫ് ഉള്ളൂ. ഒരു എക്സാമ്പിൾ നോക്കാം. ഇതാണ് പ്രോഗ്രാം. കണ്ടോ, ഒരു വേരിയബിളിനെ ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ക്ലാസ് വേരിയബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ ഓട്ടോ എന്ന കീവേഡ് യൂസ് ചെയ്യാം. ബാക്കി എല്ലാ ഡിക്ലറേഷനും സെയിം ആണ്. ഇന്റ് ഐ ആ ഒരു വേരിയബിളിന് മുൻപ് ഓട്ടോ. അപ്പൊ ഇവിടെ ഞാൻ 3 ഇന്റീജർ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. ആ എല്ലാ ഇന്റീജർ വേരിയബിളിന്റെയും വേരിയബിൾ നെയിം കണ്ടോ, ഐ തന്നെയാണ്. 3ഉം ഓട്ടോമാറ്റിക് സ്റ്റോറേജ് വേരിയബിൾ ആണ്. ഈ വേരിയബിൾസ് എവിടെയാ സ്റ്റോർ ആകുക, കമ്പ്യൂട്ടർ മെമ്മറിയിലാണ് സ്റ്റോർ ആകുക. അത് ഓൾറെഡി പറഞ്ഞായിരുന്നു. ദെൻ ഒരു വേരിയബിളിന്റെ സ്കോപ്പ് എവിടെയാന്നാ പറഞ്ഞത്, ആ വേരിയബിൾ ഏത് ബ്ലോക്കിലാണോ ഡിഫൈൻ ചെയ്ത് അവിടെയാണ്. അപ്പൊ ഈ ഒരു വേരിയബിൾ കൺസിഡർ ചെയ്യുക. ഇതിന്റെ സ്കോപ്പ് ഈ ഒരു ബ്ലോക്കിനകത്താണ്. കണ്ടോ, ഈ കേളി ബ്രാക്കറ്റ്സ് തുടങ്ങി അവസാനിക്കുന്ന വരെ ഈ വേരിയബിളിന് സ്കോപ്പ് ഉള്ളൂ. ഇതിന്റെ ലൈഫ് കിട്ടുക ഈ ഒരു ബ്ലോക്കിൽ മാത്രമാണ്. ഈ ഒരു ബ്ലോക്കിലേക്ക് കൺട്രോൾ പോകുമ്പോൾ മാത്രമാണ് ലൈഫും ഉള്ളത്. ഈ ഒരു വേരിയബിൾ കൺസിഡർ ചെയ്താൽ അതിന്റെ സ്കോപ്പ് ഈ കേളി ബ്രാക്കറ്റ്സ് തുടങ്ങി ഈ കേളി ബ്രാക്കറ്റ്സ് അവസാനിക്കുന്നവരെ. സിമിലർലി ഈ ഒരു വേരിയബിളിനാണെങ്കിൽ ഇതിന്റെ എൻക്ലോസിംഗ് ഈ ഒരു ബ്ലോക്കിനകത്തല്ലേ അത് എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതാണെങ്കിൽ ഇതാട്ടോ, ഇതും അതിന്റെ എൻക്ലോസിംഗ്. ഏത് ബ്ലോക്കിനകത്താണോ ഈ ഒരു കേളി ബ്രാക്കറ്റ്സിന് ശേഷം വരെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, സോ ഇതിന്റെ സ്കോപ്പ് ഇവിടെ തൊട്ട് ഇവിടം വരെ. i = 1 എന്ന് പറഞ്ഞ വേരിയബിളിന്റെ സ്കോപ്പ് ഇവിടെ തൊട്ട് ഇവിടം വരെയാണ്. ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 3 വേരിയബിൾ നെയിം ഐ ആണ്, ബട്ട് 3 ഡിഫറെന്റ് വാല്യൂസ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തു തുടങ്ങി ഐയുടെ വാല്യൂ 1 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ദെൻ വീണ്ടും ഒരു പുതിയ ബ്ലോക്കിൽ വേറെ വേരിയബിൾ ഐ ഡിക്ലെയർ ചെയ്തു, വാല്യൂ വാസ് 2. പുതിയൊരു ബ്ലോക്കിൽ വീണ്ടും ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, വാല്യൂ ഓഫ് ഐ ഇസ് ഈക്വൽ ടു 3. നെക്സ്റ്റ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ പറയാണ്. ഈ പ്രിന്റ് അപ്പ് സ്റ്റേറ്റ്മെന്റിലെ ഐ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുക ഈ ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിലെ ഐയുടെ വാല്യൂ ആണ്. അതായത് പ്രിന്റ് ചെയ്യുക 3 എന്ന വാല്യൂ ആണ്. ഈ ബ്ലോക്കിന്റെ എക്സിക്യൂഷൻ കഴിഞ്ഞാൽ ഈ ഐയുടെ ലൈഫ് തീർന്നു. i = 3 എന്ന് പറഞ്ഞ ഓട്ടോമാറ്റിക് വേരിയബിളിന്റെ ലൈഫ് തീർന്നു. വൺസ് ഈ ബ്ലോക്കിന്റെ പുറത്തേക്ക് കടന്നാൽ പിന്നെ ആരാണ് ആക്റ്റീവ്? ഈ ഒരു ഐ ആണ് ആക്റ്റീവ്. സോ നെക്സ്റ്റ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എക്സിക്യൂട്ട് ആവുക, അല്ലെങ്കിൽ എന്താ പ്രിന്റ് ആവുക? 2 ആണ് പ്രിന്റ് ആവുക. Then external printf statement 1 ആണ് printf. ഔട്ട്പുട്ട് ഇങ്ങനെ വരിക 3, 2, 1 എന്ന ഓർഡറിലാണ് പ്രിന്റ് ചെയ്യുക. നെക്സ്റ്റ് is register storage class. ഒട്ടോ എന്ന കീവേഡിന് പകരം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് രജിസ്റ്റർ ആണ്. രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ് എന്ന് പറഞ്ഞാൽ തന്നെ സ്റ്റോറേജ് എവിടെയായിരിക്കും? CPU രജിസ്റ്ററിലായിരിക്കും. ഡിഫോൾട്ട് ഇനീഷ്യൽ വാല്യൂ again garbage വാല്യൂ ആണ്. സ്കോപ്പ് ലോക്കൽ ടു ദ ബ്ലോക്ക് ഇൻ വിച്ച് ദ വേരിയബിൾ ഇസ് ഡിഫൈൻഡ്. ഇവിടെയും സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഏത് ബ്ലോക്കിനകത്താണോ ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അവിടെ മാത്രമാണ് സ്കോപ്പ് ഉള്ളത്. ലൈഫും ആ ബ്ലോക്കിനകത്ത് കൺട്രോൾ ഉള്ളപ്പോൾ till the control remains within the block in which variable is defined.
രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസിന്റെ എക്സാമ്പിൾ നോക്കാം. ഇതാണ് പ്രോഗ്രാം. ഇവിടെ ഞാൻ ഐ എന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് വിത്ത് കീവേഡ് രജിസ്റ്റർ. അതിന്റെ അർത്ഥം ഇതൊരു രജിസ്റ്റർ വേരിയബിൾ ആണ്. നേരത്തെ ഓട്ടോ എന്ന് കൊടുത്തപ്പോൾ ഐ മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഐ CPU രജിസ്റ്ററിനകത്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഈ പ്രോഗ്രാമിൽ എന്താ പറയുന്നത്? ഒരു ലൂപ്പിന്റെ ഹെൽപ്പോടെ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നുണ്ട്, അതിനൊക്കെ ശേഷം പ്രിന്റ് ചെയ്യാൻ. സോ ഔട്ട്പുട്ട് എന്തായിരിക്കും? സാധാരണ പോലെ തന്നെ ഔട്ട്പുട്ട് വരും 1 2 3 4 5 6 7 8 9 10. ബട്ട് ഈ ഐയുടെ സ്കോപ്പ് ഈ ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിനകത്താണ്. ഈ ഒരു ബ്ലോക്കിലേക്ക് കൺട്രോൾ വരുമ്പോൾ മാത്രമാണ് ഐക്ക് ലൈഫും ഉള്ളത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി register storage class ne kurichu korchu additional information. If the microprocessor has 16-bit registers, they cannot hold a floating point value or a double value. Karanam floating point value nu 4 bytes 32 bits venam, double value nu 8 bytes allengi 64 bits venam. CPU register ന്റെ size എത്രയാ? 16 bits ആണ്. ഈ 32 ബിറ്റോ 64 ബിറ്റോ നമുക്ക് എവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല? ഒരു 16-bit രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. If you want to use register storage class for a 16-bit microprocessor with float and double variable, then you won't get any error messages. Error message ഒന്നും കാണിക്കില്ല. Your compiler would treat the variable as auto storage class. പകരം കമ്പൈലർ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യാൻ പറഞ്ഞാൽ പോലും ആ വേരിയബിളിനെ ഓട്ടോ സ്റ്റോറേജ് ക്ലാസ് വേരിയബിൾ ആയിട്ടാണ് കമ്പൈലർ കൺസിഡർ ചെയ്യുക. കാരണം അത് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ആ രജിസ്റ്ററിന്റെ കപ്പാസിറ്റി 16 ബിറ്റ് ആണ്. നിങ്ങൾ എന്താ സ്റ്റോർ ചെയ്യാൻ പറയുന്നത്? 32 ബിറ്റ് വാല്യൂ അല്ലെങ്കിൽ 64 ബിറ്റ് വാല്യൂ ആണ് സ്റ്റോർ ചെയ്യാൻ പറയുന്നത്. Then next is static storage class. ഇതിന്റെ കീവേഡ് എന്താണ്? സ്റ്റാറ്റിക്. Where it is stored in the computer memory. ഇവിടുത്തെ ഇനീഷ്യൽ വാല്യൂ നോക്കൂ. 0 is a default initial value. And scope, local to the block in which variable is defined. ആ ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിനകത്ത് മാത്രമാണ് സ്കോപ്പ് ഉള്ളത്. പക്ഷെ ലൈഫ് നോക്കൂ. വാല്യൂ ഓഫ് ദ വേരിയബിൾ പേഴ്സസ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഫങ്ഷണൽ കോൾസ്. നമ്മൾ പല ഫങ്ഷൻസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ ചെയ്താൽ പോലും ഒരു സ്റ്റാറ്റിക് വേരിയബിളിന്റെ വാല്യൂ പേഴ്സിസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ആ ഒരു സ്റ്റാറ്റിക് വേരിയബിളിന് ലൈഫ് ഉണ്ട്. സ്കോപ്പ് ഇല്ലാന്നേ ഉള്ളൂ, ലൈഫ് ഉണ്ട്. എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു ഓട്ടോമാറ്റിക് വേരിയബിളിന്റെയും അതേപോലെ സ്റ്റാറ്റിക് വേരിയബിളിന്റെയും ഒരു എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. രണ്ടിന്റെയും ഔട്ട്പുട്ട് അടക്കമാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഒരു വോയിഡ് മെയിൻ 3 പ്രാവശ്യം ഇൻക്രിമെന്റ് എന്ന മെത്തേഡ് കോൾ ചെയ്തു. ദെൻ ഇൻക്രിമെന്റ് എന്ന മെത്തേഡിനകത്ത് ഞാൻ ഒരേപോലെയാണ് എഴുതിയിരിക്കുന്നത്. ബട്ട് ഒരു സ്ഥലത്ത് ഓട്ടോമാറ്റിക് വേരിയബിൾ ആയിട്ടും ഒരു സ്ഥലത്ത് സ്റ്റാറ്റിക് വേരിയബിൾ ആയിട്ടും. ഓട്ടോമാറ്റിക് വേരിയബിൾ ആയപ്പോൾ ഓട്ടോമാറ്റിക് വേരിയബിളിന്റെ ഈ i = 1 ലൈഫ് ഇതിന്റെ എക്സിക്യൂഷൻ ടൈമിൽ മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ പ്രിന്റ് ചെയ്തു, പ്രിന്റ് ചെയ്തതിനു ശേഷമാണ് ഇൻക്രിമെന്റ് ചെയ്തത്. പ്രിന്റ് ചെയ്യുമ്പോൾ 1 എന്ന് പ്രിന്റ് ചെയ്യും. ബട്ട് ഇൻക്രിമെന്റ് ചെയ്യാൻ പറഞ്ഞ് തിരിച്ച് മെയിൻ ഫംഗ്ഷനിലോട്ട് പോകുക. പോയിട്ടാണ് വീണ്ടും ഇൻക്രിമെന്റ് എന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. അപ്പൊ വൺസ് പോയി പിന്നെയും കോൾ ചെയ്ത് തിരിച്ചു വരുമ്പോൾ വീണ്ടും ഐയുടെ വാല്യൂ എന്തായിട്ട് സെറ്റ് ആകുകയാണ്? 1 ആയിട്ട് റീഇനിഷ്യലൈസ് ആകുകയാണ്. ആ പ്രീവിയസ് വാല്യൂ റിട്ടൈൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഓട്ടോമാറ്റിക് വേരിയബിളിനില്ല. ബട്ട് ഇത് ആർക്കുണ്ട്? സ്റ്റാറ്റിക് വേരിയബിളിനുണ്ട്. i = 1 പ്രിന്റ് ആയി എന്ന് പറഞ്ഞാൽ 1 പ്രിന്റ് ചെയ്തു. ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു. നമ്മൾ തിരിച്ചു പോയി ദെൻ വീണ്ടും ഫംഗ്ഷൻ കോളിലോട്ട് വന്നു. വീണ്ടും ഈ ഒരു ഡിക്ലറേഷൻ നടക്കില്ല. 1 ടൈമേ ഡിക്ലെയർ i = 1 ഡിക്ലറേഷൻ അല്ല, സോറി, ഇനീഷ്യലൈസേഷൻ 1 ടൈമേ ചെയ്യുള്ളൂ. നെക്സ്റ്റ് ടൈം ഈ ഫംഗ്ഷനിലോട്ട് വരുമ്പോൾ ഐയുടെ വാല്യൂ എന്താ? ഇൻക്രിമെന്റ് ചെയ്ത് വെച്ച വാല്യൂ ആണ്, 2 ആണ്. അതുകൊണ്ടാണ് 2 പ്രിന്റ് ചെയ്തത്. തേർഡ് ടൈം കോൾ ചെയ്തപ്പോൾ വീണ്ടും ഇൻക്രിമെന്റ് ആകുന്നുണ്ട്. ഐയുടെ വാല്യൂ 3 ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് തേർഡ് ടൈം കോൾ ചെയ്ത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഐയുടെ വാല്യൂ 3 എന്ന് പ്രിന്റ് ചെയ്തത്. ആഫ്റ്റർ പ്രിന്റിംഗ് ഐയുടെ വാല്യൂ 4 ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതാണ് മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് ആൻഡ് ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ക്ലാസ്. Next is external storage class. Keyword extern. Storage memory. Default initial value 0. Scope global. Global means a particular function particular program inagate either function access ചെയ്യാം. Life as long as the program execution doesn't come to an end. Program execution stop ആകുന്നത് വരെ external storage classലെ variable life ഉണ്ട്. External storage class in an example നോക്കാം.
ഇവിടെ ഒരു പ്രോഗ്രാം നോക്കൂ. പ്രോഗ്രാമില് ഇന്റ് I equal to 1 എന്ന് പറഞ്ഞ് എവിടെയാണ് ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഗ്ലോബലി ഡിക്ലെയർ ചെയ്യുമ്പോൾ എക്സ്റ്റേൺ എന്ന കീവേഡ് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എല്ലാ ഫംഗ്ഷൻസിന്റെയും ഔട്ട്സൈഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്താൽ അതിനെ എക്സ്റ്റേണൽ സ്റ്റോറേജ് ക്ലാസ് അല്ലെങ്കിൽ ഗ്ലോബൽ വേരിയബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ദെൻ മെയിൻ ഫംഗ്ഷൻ അകത്ത് I പ്രിന്റ് ചെയ്യിച്ചു. ഇൻക്രിമെന്റ് എന്ന മെത്തേഡ് 2 പ്രാവശ്യം കോൾ ചെയ്ത് ഇൻക്രിമെന്റ് മെത്തേഡിൽ എന്താ ചെയ്യുന്നത്? ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഔട്ട്പുട്ട് എന്താ വരിക? ആദ്യം I equal to 1. അപ്പൊ മെയിൻ ഫംഗ്ഷനിൽ പ്രിന്റ് ചെയ്യാൻ പറയുമ്പോൾ ഐയുടെ വാല്യൂ 1 ആയിട്ട് പ്രിന്റ് ചെയ്യും. ദെൻ ഇൻക്രിമെന്റ് എന്ന മെത്തേഡ് കോൾ ചെയ്തപ്പോൾ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു. ദെൻ പ്രിന്റ് ചെയ്തപ്പോൾ ഗ്ലോബൽ ആണ്, ആർക്കും ആക്സസ് ചെയ്യാം അല്ലേ? ഇവിടെ ഒന്നും ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. 2 ആയി 3 ആയി. ഇതുപോലെ ഗ്ലോബൽ വേരിയബിളിന്റെ കേസിൽ ആര് ചേഞ്ചസ് വരുത്തിയാലും ആ ചേഞ്ചസ് മൊത്തം വേരിയബിൾ വാല്യൂവിൽ റിഫ്ലക്ട് ആകും. ബട്ട് സ്റ്റാറ്റിക് ആണെങ്കിൽ ആ സ്റ്റാറ്റിക് വേരിയബിൾ എവിടെയാണോ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അവിടെ ചേഞ്ചസ് വരണം. സോ താങ്ക് യു.